ഹായ്, ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് മമ്മി കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ എടുത്തു വെക്കുമായിരുന്നു ഓരോന്നോരോന്നായിട്ട്. അപ്പം എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവന്നതെന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം എടുത്തു വെക്കുന്നതിന് മുമ്പ്. അപ്പം അത് ഞാൻ ഫ്രീസറിലേക്ക്, അതായത് നാട്ടിൽ നിന്ന് ഫ്രോസൺ ആയിട്ട് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഫ്രീസറിൽ സൂക്ഷിക്കാനായിട്ട്. ആ ഒരു സാധനങ്ങൾ ആദ്യം ഒന്ന് കാണിച്ചു തരാമേ. അതിൽ ഞാൻ ഫ്രീസറിൽ കയറ്റിയായിരുന്നു ഹസ്ബൻഡ് വന്നപ്പോൾ തന്നെ. അപ്പോൾ ഫ്രീസറിൽ വെച്ച് തന്നെ ഞാൻ കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഫ്രീസർ കുറച്ച് ദിവസമായിട്ട് എന്നെ കാലിയായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തേങ്ങ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കാണിച്ചാണ്. തേങ്ങ നാട്ടിൽ നിന്ന് ചിരവിയിട്ട് അവിടുത്തെ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്തിട്ട് പോരാൻ സമയമായപ്പം എടുത്തിട്ട് വന്ന തേങ്ങയാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രീസ് ചെയ്യും, ആവശ്യമുള്ളപ്പം കുറച്ചെടുക്കുക, ഉപയോഗിക്കുക, അങ്ങനെയാണ് കേട്ടോ. അടുത്തൊരു സാധനമാണ് ഇത്, മോദമീൻ. നമ്മുടെ നാട്ടിൽ ഈ വെളുത്ത മോദമീൻ കിട്ടുമല്ലോ, അത് ഇവിടെ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടിരുന്നില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറയാം. അപ്പം മോന് ഭയങ്കര ഇഷ്ടമാണ് അത് കറി വെക്കാനായിട്ട്. അപ്പം അതിന് മമ്മി അങ്ങനെ മോദമീൻ വളരെ കുറച്ചാണ്, ഒരു 1/2 കിലോ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി, ഇതൊക്കെ ഐസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ കൊടുത്തുവിട്ട ഒരു സാധനമാണ് ഇതായത് ചിക്കൻ ഇതാ ഇത്രയുണ്ട്, ഇതാ കണ്ടോ. ഇത് ചിക്കൻ നാട്ടിൽ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാർന്നിട്ട് അവിടുത്തെ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ചിക്കനാണ്. ഇതൊക്കെ ഇപ്പോൾ എടുത്ത് വെച്ചതേ ഉള്ളതുകൊണ്ട് ഫ്രീസായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഇനിയിപ്പോൾ ഇത് എടുത്തിട്ട് കറി വെക്കുക, അങ്ങനെയാണ് കേട്ടോ. പിന്നെ കൊടുത്തുവിട്ടിരിക്കുന്ന ഐറ്റംസാണ് ഇതാ ഈ കാണുന്നത്. ഇത് ബീഫാണ്. ബീഫ് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒരു 80% വേവിച്ചിട്ട് കൊടുത്തു വിട്ടതാണ്. അതും അവിടെ ഫ്രീസ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കേട്ടോ. അപ്പം ഇതും ഒരു 2 പാക്കറ്റ് അതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് എനിക്ക് ഫ്രീസറിലേക്ക് മമ്മി കൊടുത്തു വിട്ടത്. പിന്നെ ചക്കയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് ഇരിപ്പുണ്ട്, അതുകൊണ്ട് അതൊന്നും കൊടുത്തു വിട്ടില്ല. കൂടുതലും കൊടുത്തു വിട്ടേക്കുന്ന തേങ്ങയാണ്. തേങ്ങയ്ക്ക് ഇവിടെ എനിക്ക് ചിലവായതുകൊണ്ട് തേങ്ങ കൊടുത്തു. പിന്നെ കൊടുത്തു വിട്ട ഒരു സാധനമാണ് ചക്കപ്പഴം. അഴുക്കായോന്ന് അറിയത്തില്ല, ഞാൻ നോക്കിയില്ല, തുറന്നു നോക്കിയില്ല. ചക്കപ്പഴം. പിന്നെ കൊടുത്തു വിട്ടത് കറിവേപ്പില. ഞാൻ അഴിക്കുന്നില്ല, കറിവേപ്പില കൊടുത്തു വിട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പിലയാണ്. പിന്നെ കൊടുത്തു വിട്ടതാണ് വശനയില. ഞാൻ പറഞ്ഞിരുന്നില്ല, ഇവിടെ ചക്ക ഉള്ളതുകൊണ്ട് ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുന്നിടം വരെ ഈ ഒരു ഇല കാണും. കാരണം ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടായിരിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോഴത്തേന് ഈ ഒരു ഇലയുടെ കളറൊക്കെ പോകും. എന്നാലും കുഴപ്പമില്ല, മണത്തിനൊന്നും ഒരു കുറവുണ്ടാകത്തില്ല. ഞാൻ എന്നാണോ നാട്ടിൽ പോകുന്നത് അതുവരെ ഉപയോഗിച്ചിട്ട് ഇത് തീർക്കാറാണ് പതിവ്. കുറേ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ തന്നെയാണ് വശനയില. ഇത് മഞ്ഞൾപ്പൊടി. എൻ്റെ മഞ്ഞൾപ്പൊടി തീർന്നായിരുന്നു, അപ്പോൾ ചേച്ചി കൊടുത്തു വിട്ടാണേ. ഇതൊക്കെ പിന്നെ ഹൽവയാണ്, അതൊന്നും തുറന്ന് കാണിക്കുന്നില്ല. നമ്മുടെ പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ കാണുന്ന കറുത്ത ഹൽവ ഉണ്ടല്ലോ, അതാണ് ഇത്. പിന്നെ അമ്മ കാപ്പിപ്പൊടി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഏത്തയ്ക്കാണ്, നമ്മുടെ നാട്ടിലെ നാടൻ ഏത്തയ്ക്ക കൊടുത്തു വിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുറേ അവർ വാങ്ങിച്ചായിരുന്നു പറഞ്ഞു, പക്ഷേ ഇത്രയും മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കിലോ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. മോന് വേണ്ടിയിട്ട് കുറേ സീഗ്ന വാങ്ങിയിട്ട് വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. നാട്ടിൽ ഈ ദുഃഖവള്ളിയും അങ്ങനെയുള്ള കുറേ അവധികളൊക്കെ വന്നപ്പോഴത്തേന് കടകളിലൊന്നും ബേക്കറി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു, വളരെ കുറവായിരുന്നു. പിന്നെ ലഗേജും കൂടുതലായതുകൊണ്ട് ഒരു 3 സീഗ്ന മോന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഒരു 3 സീഗ്ന വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ് പപ്പടം. പിന്നെ ഞാൻ പറഞ്ഞതാണ് കൊണ്ടുവരാനായിട്ട്. പപ്പടം മോന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇത്രയും പപ്പടം വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു പപ്പടം കൂടി കൊണ്ടുവന്നിട്ടാ, ഇതുണ്ട് കുഞ്ഞു പപ്പടം. അപ്പം ഈ ഒരു പപ്പടം, ഇത്രയാണ് പപ്പടം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല. കവർ ചെയ്തിട്ട് വെക്കണം. ഇതിൽ കാറ്റ് കയറാൻ പാടില്ല. കാറ്റ് കയറി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഹാർഡാവും. അപ്പം ഇങ്ങനെ പപ്പടവും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ് നമ്മുടെ വെളുത്തുള്ളി ആൻഡ് ചുമന്നുള്ളി. വളരെ കുറച്ചേ ഉള്ളേ, വളരെ കുറച്ച് വെളുത്തുള്ളിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളൂ സാധനം. കുറച്ച് കൂടുതൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേങ്കിൽ ഇത്രയും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയുണ്ട്. ഇതാണെങ്കിൽ മമ്മി കൊടുത്തു വിട്ടതെന്നാണ് കൂർക്ക. അത് മമ്മിയുടെ നാട്ടിൽ ചെന്ന സമയത്ത് തന്നെ വാങ്ങിച്ചു വെച്ചു എന്ന് പറഞ്ഞു. എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് മമ്മിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് കൂർക്ക കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിൽ എൻ്റെ മമ്മിയുടെ സിസ്റ്റർ, അതായത് മദറിംഗ്ലോയുടെ സിസ്റ്റർ ആണെങ്കിൽ കൊടുത്തു വിട്ടു. അവരുടെ വീട്ടിലുണ്ടായ കോവയ്ക്ക, അത് കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് ആൾ. അപ്പോൾ അതിന് മെഴുക്കുരട്ടണം. ഇത് ഞാൻ കൊടുത്തു വിടണം എന്ന് പറഞ്ഞ സാധനമാണ് പച്ചമുളക്, നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളക്. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി ഞെടുപ്പൊക്കെ അടർത്തി കൊടുത്തു വിട്ടതാണ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 1/2 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇഞ്ചിയാണെങ്കിൽ നാടൻ ഇഞ്ചി കിട്ടിയില്ല. പിന്നെ ഇതുപോലത്തെ കുറച്ച് പൊന്തനായിട്ടുള്ള ഇഞ്ചിയാണ് കൊടുത്തു വിട്ടത്. അതും വളരെ കുറച്ചേ ഉള്ളൂ, 1/2 കിലോയോളേ ഉള്ളൂ. കപ്പ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പയാണ്. പക്ഷേ എനിക്ക് കുറേ ആളെടുത്ത് വെച്ചായിരുന്നു കൊടുത്തു വിടാനായിട്ട് മമ്മി. പക്ഷെ മമ്മിക്ക് സങ്കടമായിപ്പോയി എനിക്ക് കപ്പ കൊടുത്തു വിടാൻ പറ്റാത്തതിൽ. അപ്പോൾ ഇത്രയും കപ്പയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് വെറുതെ കൊതി തീരാൻ വേണ്ടി കഴിക്കാം. അപ്പം ഇത്രയും കുറച്ച് ചിപ്സ്, കുറച്ച് മുറുക്ക് അങ്ങനെയൊക്കെ കൊടുത്തു വിട്ടതാണ്. മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കരിക്ക്. അതുകൊണ്ട് മമ്മി ഒരു കരിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഒരു കരിക്ക് നമ്മുടെ വീട്ടിലെ തന്നെയാണ് കരിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു കുഞ്ഞ് പൈനാപ്പിളും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരാളല്ലേ വരാനുള്ളായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഈ പ്രാവശ്യത്തെ സാധനങ്ങൾ.